കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മിൽക്ക് മെയ്ഡ് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. സ്വീറ്റ്സ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ നേരത്ത് മിൽക്ക് മെയ്ഡ് എന്താണെങ്കിലും അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ മാത്രം മതിയാവും. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 250 ml കപ്പിന് 1 കപ്പ് പാൽപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ അമുലിന്റെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, അല്ലാതെ തന്നെയുള്ളതാണ്. 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതേപോലെ തന്നെ ഒരു പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന 4 ചേരുവയിലും ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മളിപ്പോൾ ഈ 1 കപ്പ് പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ നേരത്ത് കുറച്ച് മാത്രമേ നമുക്ക് മിൽക്ക് മെയ്ഡ് കിട്ടുകയുള്ളൂ. മറിച്ച് ഇത് കുറച്ചധികം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് പാൽപ്പൊടിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലോണം തന്നെ എല്ലാം കൂടി കട്ടകളൊന്നുമില്ലാതെ ശരിക്കും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. ഞാനൊരു 1/2 കപ്പ് വെള്ളമാട്ടോ എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പാലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഏതാണെങ്കിലും മതി കേട്ടോ. അങ്ങനെ ഇതാ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അടുപ്പത്തേക്ക് വെച്ച് നല്ലോണം തന്നെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിളപ്പിക്കാൻ നേരത്തെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രമായിട്ടോ വെക്കാവുള്ളൂ. ഒരു 4-5 മിനിറ്റെങ്കിലും നല്ലോണം ഒന്നുകൂടി തിളച്ച് വരണം. ഫുൾ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് വരും. അതുകൊണ്ട് ഗ്യാസ് ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 4-5 മിനിറ്റ് കൈയെടുക്കാതെ തന്നെ ഇതേപോലെ ഒന്നുകൂടി ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. കൈയെടുക്കാതെ തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പാൽപ്പൊടിയുടെയൊക്കെ ആണെങ്കിലും ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് ഒന്ന് മാറി ശരിക്കും ഒന്നുകൂടി തിളച്ച് നല്ലോണം തന്നെ ഒന്നുകൂടി കുറുകി വരാനായിട്ട് തുടങ്ങണം. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി വെച്ചിരുന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നല്ലോണം തന്നെ ഒന്നുകൂടി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു 5-6 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പതുക്കെ ചെറിയ രീതിയിൽ ഒന്നുകൂടി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഏകദേശം 250 ml കപ്പിന് 1 കപ്പ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും വന്നത്. കുറച്ച് അധികം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് 2 കപ്പിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ. നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയാക്കി എടുക്കാൻ നേരത്തെ അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. മാത്രമല്ല വെള്ളം ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കൂടുതലാണെന്നുണ്ടെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി നല്ലതായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റുള്ള മിൽക്ക് മെയ്ഡ് ഈസി ആയിട്ട് വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടോ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.